നമസ്കാരം. മറ്റാരുണ്ട് എൽ ഡി എഫ് അല്ലാതെ എന്ന ടാഗ് ലൈൻ പുറത്തു വരുന്നതിനൊപ്പം മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. അമ്പലപ്പുഴയിൽ ജി സുധാകരനല്ലാതെ മറ്റാരുണ്ട്? പാർട്ടിയുടെ സകല നിർദ്ദേശങ്ങളും സകല അഭ്യർത്ഥനകളും എല്ലാം മറികടന്നുകൊണ്ട് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഏറെക്കുറെ അദ്ദേഹം തൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹരിശങ്കറും ഒക്കെ അനുനയ നീക്കവുമായി സുധാകരനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്ന് കണ്ടിരുന്നു. എന്നാൽ സുധാകരൻ ഒന്നിനും വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ജി സുധാകരനെ ഉറ്റുനോക്കി കോൺഗ്രസ് നിലകൊള്ളുകയാണ്. അമ്പലപ്പുഴയിൽ ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തങ്ങളുടെ പട്ടികയിൽ പോലും ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത്. ലിജു ആയിരുന്നു കഴിഞ്ഞ തവണ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥി. പക്ഷേ അദ്ദേഹത്തിനെ ഇത്തവണ തൃപ്പൂണിത്തറയിലേക്ക് മാറ്റും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ജി സുധാകരൻ നല്ല കടുത്ത നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. പാർട്ടിയുടെ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങുന്നില്ല. കാരണം കേരളത്തിലെ തന്നെ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ ഒരാളായ ജി സുധാകരന് വളരെയധികം അപമാനം നേരിടേണ്ടി വന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതായ സുധാകരൻ അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന സലാമിനെ തോൽപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു എന്നാരോപിച്ച് 22 കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ നിരത്തിയത്. അങ്ങനെ പ്രായപരിധിയുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിവാക്കുകയും CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ബ്രാഞ്ചിൽ വെറും ഒരു അംഗമാക്കി മാത്രം നിലനിർത്തുകയും ചെയ്തു. എന്നാൽ അവിടെയും അദ്ദേഹത്തിന് അവഗണന നേരിട്ടു. അവിടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണെങ്കിൽ പോലും അവിടെ നടക്കുന്ന ഒരു പരിപാടിയും അദ്ദേഹത്തെ അറിയിച്ചിരുന്നില്ല. അദ്ദേഹം പുന്നപ്ര വയലാർ വാർഷിക സമരത്തിന് പോലും പാർട്ടി അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല. ആലപ്പുഴയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രസിദ്ധനും ഏറ്റവും കൂടുതൽ പ്രവർത്തന പരിചയമുള്ള പാർട്ടി നേതാവാണ് ശ്രീ ജി സുധാകരൻ. അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അപമാനങ്ങൾ അദ്ദേഹം തന്നെ തുറന്നു പറയുകയുണ്ടായി. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അദ്ദേഹത്തെ പുച്ഛിച്ച് ചിരിച്ചു എന്നുള്ളതായിരുന്നു ഏറ്റവും അവസാനം സുധാകരനെ പ്രകോപിപ്പിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നത്. മാധ്യമപ്രവർത്തകർ ജി സുധാകരൻ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് സ്ഥിരമായിട്ടുള്ളതുപോലെ പുച്ഛിച്ചുള്ള ചിരി MV ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അന്ന് തന്നെ സുധാകരൻ ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. താൻ അംഗത്വം പുതുക്കുന്നില്ല, താൻ ഇനി പാർട്ടി അംഗമായി തുടരുന്നില്ല എന്നുള്ള സുധാകരൻ്റെ പ്രസ്താവനയെ ഞെട്ടലോടെയാണ് അമ്പലപ്പുഴയിലെയും ആലപ്പുഴയിലെയും പാർട്ടി സഖാക്കൾ കേട്ടത്. സുധാകരനെ പിണക്കിയാൽ ആലപ്പുഴ ജില്ലയിൽ പാർട്ടിക്കുണ്ടാവുന്ന തിരിച്ചടി എത്രത്തോളമാണെന്ന് ആ ജില്ലയുടെ ഭൂമിശാസ്ത്രം അറിയാവുന്നവർക്കറിയാം. 9 മണ്ഡലങ്ങളാണ് ആലപ്പുഴയിലുള്ളത്. ഈ 9 മണ്ഡലങ്ങളിലും ജി സുധാകരന് സ്വാധീനമുണ്ട്. അദ്ദേഹത്തെ തള്ളിപ്പറയാൻ ശ്രമിച്ചാൽ അതിൻ്റെ പ്രതിഫലനം അവിടുത്തെ വോട്ടിംഗ് പാറ്റേണുകളിൽ ഉണ്ടാകും എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതുകൂടാതെയാണ് അവിടുത്തെ കുട്ടി സഖാക്കൾ, ഇന്നലെ പാർട്ടിയിലേക്ക് വന്ന യുവാക്കളായിട്ടുള്ള സഖാക്കൾ ജി സുധാകരൻ്റെ തന്തയ്ക്ക് വിളിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നത്. സുധാകുരൻ എന്നാണ് അദ്ദേഹത്തെ ഫേസ്ബുക്കിലൂടെ പലരും അധിക്ഷേപിച്ചത്. പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നടക്കുന്നയാൾ എന്ന രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഇതെല്ലാം സുധാകരനെ വളരെയധികം പ്രകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ UDF അദ്ദേഹത്തെ പിന്തുണയ്ക്കും. വളരെ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ സുധാകരൻ ജയിച്ചു വരും. ആ ജയത്തിൻ്റെ ഒരു അനുരണനം അല്ലെങ്കിൽ ഒരു മാറ്റൊലി മറ്റു മണ്ഡലങ്ങളിൽ മുഴുവൻ ഉണ്ടാകും. അത് CPMന് വലിയ തിരിച്ചടിയാകും. ഈ വസ്തുത അറിയാവുന്നതുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ CS സുജാതയും ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ഹരിശങ്കറും അടക്കം അദ്ദേഹത്തെ ചെന്ന് കണ്ടതും മെമ്പർഷിപ്പ് പുതുക്കാൻ അഭ്യർത്ഥിച്ചതും. നമുക്കറിയാം ജി സുധാകരൻ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. എന്നാൽ അതുപോലെ തന്നെ ഉടൻ തന്നെ അദ്ദേഹം തണുക്കുകയും വളരെ കാര്യമായിട്ട് സംസാരിക്കുകയും ചെയ്യും. അഴിമതിയുടെ കറ ലവലേശമില്ലാത്ത വളരെ നല്ല രീതിയിൽ കേഡർ സംവിധാനത്തിൽ പ്രവർത്തിച്ചു വന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ് ജി സുധാകരൻ. അത് കാരണം CPMന് മറ്റു കുറ്റങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്താൻ സാധിക്കില്ല. CPM പതിവായി ഉപയോഗിക്കുന്ന പല ആയുധങ്ങളും സുധാകരന് മുന്നിൽ പരാജയപ്പെടും. നമുക്കറിയാം KR ഗൗരിയും അതുപോലെ MV രാഘവനും CPMനെ വെല്ലുവിളിച്ച് പുറത്തു പോയതിനു ശേഷം UDFൽ നിന്നുകൊണ്ട് CPMനെ തന്നെ വെല്ലുവിളിച്ച് മന്ത്രിമാർ വരെ ആയ കഥ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഒരു പാരമ്പര്യം നമുക്ക് മുന്നിലുണ്ട്. ജി സുധാകരൻ സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ സംസ്ഥാന ശ്രദ്ധ അവിടേക്ക് പതിയും. ജി സുധാകരൻ്റെ വിജയം മറ്റു പല മണ്ഡലങ്ങളിലും CPMന് തിരിച്ചടിയായി മാറും. സുധാകരനെ പോലൊരു സമുന്നത നേതാവിനെ ഇല്ലായ്മ ചെയ്യാനുള്ള CPMൻ്റെ നീക്കം തിരിച്ചടിക്കുന്നതിനൊപ്പം അത് UDFന് ഗുണകരമാകുകയും ചെയ്യും.